ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സ്റ്റിംഗ്വിഷർ ഫോർ എഞ്ചിനീയറിംഗ് ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ടൈപ്സ് ഓഫ് സ്പ്രിംഗ്ലർ സിസ്റ്റം ഡിസ്കസ് ചെയ്യുന്നതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പ്രിംഗ്ലർ സിസ്റ്റം ലൈക്ക് വെറ്റ് പൈപ്പ് സിസ്റ്റം, ഡ്രൈ പൈപ്പ് സിസ്റ്റം, ഡെലൂജ് സിസ്റ്റം, പ്രിയാക്ഷൻ സിസ്റ്റം, ഇങ്ങനെ NFPA പ്രകാരം 4 സ്പ്രിംഗ്ലർ സിസ്റ്റം നാം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതിൽ തന്നെ നാം കോമൺലി യൂസ് ചെയ്യുന്ന വെറ്റ് പൈപ്പ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലാം ചെക്ക് വാൽവ് അസംബ്ലിയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. മറ്റുള്ള സിസ്റ്റംസ് ഡ്രൈ പൈപ്പ് സിസ്റ്റം, ഡെലിവറി സിസ്റ്റം, പ്രിയാക്ഷൻ സിസ്റ്റം ഒക്കെ എവിടെയാണ് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ നാം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡ്രൈ പൈപ്പ് സിസ്റ്റം നമുക്കറിയാം, വാട്ടർ ഫ്രീസിംഗ് പോസിബിൾ ആയിട്ടുള്ള കോൾഡ് സ്റ്റോറേജ് പോലുള്ള ഏരിയകൾ വരുമ്പോഴാണ് ഡ്രൈ പൈപ്പ് സിസ്റ്റം നാം പ്രിഫർ ചെയ്യുന്നത്. ഡെലിവറി സിസ്റ്റം നമുക്ക് ഹൈ ഹസാർഡ് അപ്ലിക്കേഷൻസ്, ഹൈ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള LPG ടാങ്ക് പോലുള്ള ഏരിയാസിൽ നാം നോർമലി ഓപ്പൺ സ്പ്രിംഗ്ലേഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ നോസിൽസ് ആണ് യൂസ് ചെയ്യുക. വൺസ് ഡെലിവറി വാൽവ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ സ്പ്രിംഗ്ലറും ഒരുമിച്ച് വാട്ടർ ഡിസ്ചാർജ് പോസിബിൾ ആയിട്ട് പ്രൊട്ടക്ഷൻ നൽകുന്ന ഏരിയാസിലാണ് ഡെലിവറി സിസ്റ്റം നാം യൂസ് ചെയ്യുന്നത്. പ്രിയാക്ഷൻ സിസ്റ്റം നാം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്ക് വാട്ടർ ഡാമേജ് കൺസേൺ ആയിട്ടുള്ള ഏരിയാസ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലിഫ്റ്റ് റൂം ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സാക്ട് ഫയർ കണ്ടീഷൻ ആണോ റിയൽ ഫയർ ആണോ എന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം വാട്ടർ ഡിസ്ചാർജ് പോസിബിൾ ആവുന്ന രീതിയിലാണ് പ്രിയാക്ഷൻ സിസ്റ്റം നാം യൂസ് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ നാം കോമൺലി യൂസ് ചെയ്യുന്ന വെറ്റ് പൈപ്പ് സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലാം ചെക്ക് വാൽവ് അസംബ്ലിയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക് ലെവലിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അലാം ചെക്ക് വാൽവ്. ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ ചില കേസിൽ നമുക്ക് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് ഇത് വളരെ സിമ്പിൾ ആണ്. ബേസിക് ലെവലിൽ നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു ചെക്ക് വാൽവ് തന്നെയാണ്. അതിന്റെ കൂടെ അലാം ഫെസിലിറ്റി കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ചെക്ക് വാൽവ് ആണ്. ചെക്ക് വാൽവ് നമുക്കറിയാം, നോർമൽ കേസിൽ നമ്മൾ നോൺ റിട്ടേൺ വാൽവ് അല്ലെങ്കിൽ NRV എന്നാണ് പറയുന്നത്. അതായത് റിട്ടേൺ വാട്ടർ ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്ന നോൺ റിട്ടേൺ വാൽവ്സ് അല്ലെങ്കിൽ ചെക്ക് വാൽവ് അസംബ്ലി തന്നെയാണ് അലാം ചെക്ക് വാൽവ്. ഇതാണ് ഈ ഒരു സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുള്ള അലാം ചെക്ക് വാൽവ് അസംബ്ലിയുടെ ചെക്ക് വാൽവ് പോർഷൻസ്. അപ്പൊ ഇത് നമുക്കറിയാം, നോർമൽ കേസിൽ ഒരു അലാം ചെക്ക് വാൽവ് നാം കാണുന്നത് ഒരു വാട്ടർ സ്പ്രിംഗ്ലർ സിസ്റ്റത്തിന്റെ വെർട്ടിക്കൽ മെയിൻ ലൈനിന്റെ വെർട്ടിക്കൽ റൈസറിലാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെയാണ് നമ്മുടെ വാട്ടർ സോഴ്സ് അല്ലെങ്കിൽ പമ്പ് സെറ്റ് കണക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇത് വൺ ഡയറക്ഷനിൽ മാത്രമേ വാട്ടർ ഫ്ലോ അലോ ചെയ്യുകയുള്ളൂ. ഇതിന്റെ മെയിൻ ഫംഗ്ഷന് ഇറ്റ് പ്രിവെന്റ്സ് ദ റിവേഴ്സ് വാട്ടർ ഫ്ലോ ഫ്രം ദ സ്പ്രിംഗ്ലർ സിസ്റ്റം. ഈ സ്പ്രിംഗ്ലർ സിസ്റ്റത്തിൽ നിന്നുള്ള വാട്ടർ ഫ്ലോ റിവേഴ്സ് ആയിട്ട് നമ്മുടെ ഈ ഒരു പമ്പിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു സോഴ്സിലേക്കൊക്കെ തന്നെ റിവേഴ്സ് ആയി വരുന്നത് പ്രിവെന്റ് ചെയ്യുന്ന ചെക്ക് വാൽവ് അസംബ്ലി തന്നെയാണ് ഈ ഒരു അലാം ചെക്ക് വാൽവിലും വരുന്നത്. ബട്ട് നോർമൽ കേസിലുള്ള ചെക്ക് വാൽവ് അല്ല. ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രഷർ ഗേജസ്, അതുപോലെ തന്നെ റിട്ടാർഡ് ചേംബർ, പ്രഷർ സ്വിച്ച്, അലാം ഗോങ്, അങ്ങനെ ഡിഫറെന്റ് പ്രൊവിഷൻസ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ചെക്ക് വാൽവ് അസംബ്ലിയാണ് അലാം ചെക്ക് വാൽവ്. രണ്ടാമത്തെ കേസ് ഈ ഒരു പേരിന്റെ കൂടെ സൂചിപ്പിക്കുന്നത് അലാം ചെക്ക് വാൽവ് എന്നുള്ളതാണ്. അതായത് നമുക്കൊരു റിയൽ കേസ് സ്പ്രിംഗ്ലർ ആക്ടിവേഷനിൽ അലാം ഫെസിലിറ്റി കണക്റ്റഡ് ആയിട്ടുള്ള ചെക്ക് വാൽവ് അസംബ്ലിയാണ് അലാം ചെക്ക് വാൽവ്. അതായത് ഈ ഒരു ബോത്ത് മെക്കാനിക്കലി ആൻഡ് ഇലക്ട്രിക്കലി നമുക്ക് അലാം ഇന്റർ കണക്ഷൻസ് പോസിബിൾ ആണ്. ഇവിടെ ഈ ഒരു അലാം ഗോങ് ത്രൂ നമുക്ക് മെക്കാനിക്കൽ അലാം പോസിബിൾ ആണ് കണക്ട് ഇൻ കേസ് ഓഫ് സ്പ്രിംഗ്ലർ ആക്ടിവേഷൻ. അതുപോലെ തന്നെ ഒരു പ്രഷർ സ്വിച്ച് ത്രൂ നമ്മുടെ കൺട്രോൾ പാനലിലേക്ക് ഇന്റർ കണക്ഷന് ഇലക്ട്രിക്കലി അലാം ആക്ടിവേഷനും പോസിബിൾ ആണ്. ഇങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് അസംബ്ലി നമ്മൾ ഒരു സ്പ്രിംഗ്ലർ സിസ്റ്റത്തിന്റെ മെയിൻ ലൈനിൽ വെർട്ടിക്കൽ റൈസറിൽ കണക്ട് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ചെക്ക് വാൽവ് അസംബ്ലിയാണ് അലാം ചെക്ക് വാൽവ് എന്ന് നാം പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് അലാം ചെക്ക് വാൽവ് അസംബ്ലി. നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്പ്രിംഗ്ലർ സിസ്റ്റത്തിന്റെ മെയിൻ ലൈനിൽ വെർട്ടിക്കൽ റൈസറിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു അലാം ചെക്ക് വാൽവ് അസംബ്ലി ഈ ഒരു ഫയർ പമ്പ് സെറ്റിൽ നിന്നും അതല്ലെങ്കിൽ സോഴ്സിൽ നിന്നും സ്പ്രിംഗ്ലർ നെറ്റ്വർക്കിലേക്കുള്ള വാട്ടർ ഫ്ലോ വൺ ഡയറക്ഷനിൽ അലോ ചെയ്യും. എന്നാൽ റിവേഴ്സ് വാട്ടർ ഫ്ലോ പ്രിവെന്റ് ചെയ്യും. അതുപോലെ തന്നെ ഇൻ കേസ് റിയൽ വാട്ടർ ഫ്ലോ കേസിൽ അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ഡിസ്ചാർജ് കേസിൽ നമുക്ക് മെക്കാനിക്കൽ ബെൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇന്റർ കണക്ഷൻ ടു ഫയർ അലാറം സിസ്റ്റം പോസിബിൾ ആയിട്ടുള്ള ഒരു അലാം ചെക്ക് വാൽവ് അസംബ്ലിയാണ് അലാം ചെക്ക് വാൽവ്. ഈ ഒരു അലാം ചെക്ക് വാൽവ് അസംബ്ലിയുടെ ഡിഫറെന്റ് പാർട്സ് ഒരു 3D ആനിമേഷന്റെ സപ്പോർട്ടോടെ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നോക്കാം. ഈ കാണിച്ചിട്ടുള്ളതാണ് ചെക്ക് വാൽവ് അസംബ്ലി പോർഷൻ. ഈ ഒരു വൺ ഡയറക്ഷനിൽ മാത്രം വാട്ടർ ഫ്ലോ അലോ ചെയ്യുന്ന, റിവേഴ്സ് ഡയറക്ഷനിൽ വാട്ടർ ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്ന ചെക്ക് വാൽവ് അസംബ്ലിയുടെ ചെക്ക് വാൽവ് പോർഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 2 പ്രഷർ ഗേജുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബിഫോർ ചെക്ക് വാൽവും ഒന്ന് ആഫ്റ്റർ ചെക്ക് വാൽവും. പിന്നെ ആ സിസ്റ്റവുമായി കണക്ട് ചെയ്തിട്ടുള്ള ഡ്രെയിൻ ലൈൻ ഉണ്ട്. നെക്സ്റ്റ് റിട്ടാർഡിംഗ് ചേംബർ ഉണ്ട്, ഫാൾസ് അലാറം പ്രിവെന്റ് ചെയ്യുവാൻ വേണ്ടി. അതിന്റെ ടോപ്പ് പോർഷനിൽ പ്രഷർ സ്വിച്ച് ഉണ്ട്, ഇലക്ട്രിക്കൽ ആക്ടിവേഷൻ, ഇന്റർ കണക്ഷൻ വിത്ത് കൺട്രോൾ പാനലൊക്കെ ചെയ്യുവാൻ വേണ്ടി. മെക്കാനിക്കൽ ആക്ടിവേഷന് മെക്കാനിക്കൽ അലാം ഗോങ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു അലാം ചെക്ക് വാൽവുമായിട്ട് അസംബിൾ ചെയ്ത് വരുന്ന പാർട്സുകൾ. ഓരോന്നിന്റെയും ഫംഗ്ഷനും വർക്കിങ്ങും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു അലാം ചെക്ക് വാൽവ് അസംബ്ലിയുടെ ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് ആൻഡ് ആക്സസറീസ്, അതിന്റെ വർക്കിംഗ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ഒരു ആനിമേഷന്റെ സപ്പോർട്ടോട് കൂടെ നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട ഒരു കേസാണ് ഈ ഒരു NFPA അല്ലെങ്കിൽ UAE ഫയർ കോഡ് പ്രകാരമൊക്കെ നമ്മുടെ മാക്സിമം സ്പ്രിംഗ്ലർ സോൺ ലിമിറ്റേഷൻസ് എന്താണ്, എത്രയാണ്, ഒരു നെറ്റ്വർക്കിൽ നമുക്ക് എത്ര അലാം ചെക്ക് വാൽവ് പ്രൊവൈഡ് ചെയ്യണം, അതിന്റെ ലിമിറ്റേഷൻസ്, ഏരിയ ലിമിറ്റേഷൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയണം. അതുപോലെ തന്നെ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയണം. ഡിഫറെന്റ് ആക്സസറീസിന്റെ അല്ലെങ്കിൽ എക്യുപ്മെന്റിന്റെ റിട്ടാർഡ് ചേമ്പറിന്റെ ഫംഗ്ഷൻ എന്താണ്, മെക്കാനിക്കൽ അലാം ഗോങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള NFPA അല്ലെങ്കിൽ UAE ഫയർ കോഡ് പ്രകാരമുള്ള അതിന്റെ ഡീറ്റെയിൽസും റൂളുകളും ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു ആനിമേഷന്റെ സപ്പോർട്ടോട് കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം.